കോവിഡിലും ജനങ്ങളെ ചേർത്ത് നിർത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ ഇന്ന് കേരളത്തെ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത്? സത്യസന്ധമായ ഉത്തരം പറയാൻ സാധിക്കുമോ? കടക്കണിയിൽ മുങ്ങിയ ഒരു സംസ്ഥാനം, അഴിമതിയിൽ മുങ്ങിയ ഭരണം, അണികൾ പോലും ഉപേക്ഷിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനം, മറുഭാഗത്തോ സ്വന്തം പാർട്ടിയിലെ തമ്മിലടി തീർക്കാൻ കഴിയാത്ത ഗ്രൂപ്പ് പോരിൽ മുങ്ങിയ UDF, മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ദുർബല മുന്നണിയായി കോൺഗ്രസ് മാറി. ഇതിനിടയിൽ കേരളം ശ്വാസം മുട്ടുകയാണ്. വിശ്വാസത്തെ ചവിട്ടി മെതിച്ചവർക്കും അഴിമതിയെ ആഭരണമാക്കിയവർക്കും തിരിച്ചടി നൽകാൻ സമയമായി കഴിഞ്ഞു. ഭാരതം മുഴുവൻ വികസനത്തിന്റെ പാതയിൽ കുതിക്കുമ്പോൾ കേരളം മാത്രം ഇങ്ങനെ പിന്നോട്ട് പോകുന്നതിനെ കുറിച്ച് എന്ത് പറയാനാണ്? മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന്റെ പേരാണ് BJP. നമുക്ക് ആദ്യം ഇടതുപക്ഷ ഭരണത്തെ കുറിച്ച് സംസാരിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം കേരളത്തിന് നൽകിയത് എന്താണ്? ഇരട്ടച്ചങ്കൻ എന്ന ലേബലിൽ അവതരിപ്പിക്കപ്പെട്ട നേതാവ് ഇന്ന് അഴിമതിയുടെ പര്യായമായി മാറിയിരിക്കുന്നു. അഴിമതി എന്നാൽ പിണറായി എന്നാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദം കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതികളിൽ ഒന്നാണ്. സേവനം നൽകാതെ കോടികൾ കൈപ്പറ്റുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലിരുന്ന് സ്വർണ്ണക്കടത്തിന് പദ്ധതിയിടുക. ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇത്രയേറെ മലീമസമായിട്ടില്ല. വികസനത്തിന്റെ പേരിൽ കിഫ്ബി വഴി കോടികൾ കടമെടുത്ത സർക്കാർ കേരളത്തെ ഒരു വലിയ കടക്കണിയിലേക്കാണ് തള്ളിവിട്ടത്. വരും തലമുറയ്ക്ക് കടം മാത്രം ബാക്കി വെക്കുന്ന ഈ ഭരണം ഒരു സാമ്പത്തിക ദുരന്തമാണ്. ശബരിമലയിൽ പിണറായി വിജയൻ കാട്ടിയത് നവോത്ഥാനമല്ല, മറിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു. ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടി പോലീസ് ബൂട്ടുകളുമായി യുവതികളെ കയറ്റാൻ ശ്രമിച്ച ആ രാത്രികൾ വിശ്വാസികൾ മറക്കില്ല. വോട്ടിനായി ഇന്ന് അയ്യപ്പ സംഗമത്തെ കുറിച്ച് സംസാരിക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. CPM ഇന്നൊരു കേഡർ പാർട്ടി അല്ല, മറിച്ച് ചില നേതാക്കളുടെ കുടുംബ സ്വത്തായി മാറിയിരിക്കുന്നു. G. സുധാകരൻ, PV കുഞ്ഞികൃഷ്ണൻ, ES രാജേന്ദ്രൻ ഇവരൊന്നും വെറും നേതാക്കളല്ല, പാർട്ടിയുടെ നട്ടെല്ലായിരുന്നു. അവർ ഇന്ന് പാർട്ടിയെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മരിച്ചുവെന്നും പകരം ക്രിമിനലിസവും സ്വജനപക്ഷപാതവുമാണ് അവിടെ ഉള്ളതെന്നും അവർ വിളിച്ചു പറയുന്നു. ഇനി പ്രതിപക്ഷത്തിന്റെ കാര്യം നോക്കാം. കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഉണ്ടെന്ന് പറയാൻ പോലും കോൺഗ്രസുകാർക്ക് മടിയാണ്. UDF എന്നാൽ ഇന്ന് മുസ്ലിം ലീഗ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറി. മതേതരത്വം പറയുന്ന കോൺഗ്രസ് തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകളുമായിട്ട് പോലും വോട്ടിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നു. കേരളം UDF ഭരിക്കുക എന്നാൽ അത് ലീഗിന്റെ ഭരണമാണെന്ന് ഭൂരിപക്ഷ സമുദായം ഭയപ്പെടുന്നുണ്ട്. VD സതീശനും K. സുധാകരനും തമ്മിലുള്ള പോര് തെരുവിലേക്കാണ് എത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നിവെച്ചിരിക്കുന്ന 10ഓളം നേതാക്കൾ അവിടെയുണ്ട്. പരസ്പരം കാലു വാരുന്നതിൽ ഇവർക്കുള്ള പ്രാവീണ്യം വികസനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളം എവിടെ എത്തിയേനെ? 2019 19 സീറ്റുകൾ നൽകി ജനം വിശ്വസിച്ചതാണ്. എന്നാൽ ലോക്സഭയിൽ പോയി കേരളത്തിന്റെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കേന്ദ്രം നൽകുന്ന വികസനങ്ങളെ എതിർക്കാൻ മാത്രമാണ് ഇവർക്ക് എല്ലാവർക്കും താല്പര്യം. മോദി സർക്കാർ വന്ദേ ഭാരത് കൊണ്ടുവന്നപ്പോ അതിനെ കളിയാക്കിയവരാണ് ഇവർ. സിൽവർ ലൈനിനെ എതിർത്തത് വികസനത്തോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് കമ്മീഷൻ ലഭിക്കില്ലെന്ന പേടി കൊണ്ടാണ്. ഇവിടെയാണ് നമുക്ക് നരേന്ദ്രമോദി എന്ന നായകനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുന്ന കാലമാണിത്. 3ാം തവണയും അധികാരത്തിലെത്തിയ മോദി സർക്കാർ ഭാരതത്തെ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള കുതിപ്പിലാണ്. കേരളത്തിലെ ദേശീയപാത വികസനം നമുക്ക് നോക്കാം. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പദ്ധതികൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് വേഗത്തിലായത്. വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന്റെ യാത്രാ സങ്കല്പം തന്നെ മാറ്റിമറിച്ചു. ഉജ്ജ്വല യോജനയിലൂടെ ഗ്യാസ് കണക്ഷൻ, ജൽജീവൻ മിഷനിലൂടെ എല്ലാ വീട്ടിലും കുടിവെള്ളം, ആയുഷ്മാൻ ഭാരതിലൂടെ സൗജന്യ ചികിത്സ. ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല, എല്ലാ ഇന്ത്യക്കാരനും ഇതിന്റെ ഗുണഭോക്താവാണ്. കേരളത്തിലെ പിണറായി സർക്കാർ കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റി സ്വന്തം പേരിലാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും മലയാളി വിദ്യാർത്ഥികളെ തിരിച്ചെത്തിച്ച മോദിയുടെ കരുത്ത് നമ്മൾ കണ്ടതാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയത് പ്രവാസി മലയാളികൾക്ക് വലിയ അനുഗ്രഹമായി മാറി. മുസ്ലിം രാജ്യങ്ങൾ പോലും മോദിക്ക് പരമോന്നത ബഹുമതി നൽകി ആദരിക്കുമ്പോൾ ഇവിടെയുള്ള ചിലർ മോദിയെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് എത്രമാത്രം പരിഹാസ്യമാണ്. 2026 കേരളം കാണാൻ പോകുന്നത് 3 മുന്നണികളുടെ മത്സരമല്ല, മറിച്ച് വികസനവും വിശ്വാസവും ഉയർത്തിപ്പിടിക്കുന്ന NDAയും അഴിമതിയും പ്രീണനവും കൈമുതലായിട്ടുള്ള മറ്റ് 2 മുന്നണികളും തമ്മിലുള്ള പോരാട്ടമാണ്. 2020 മുന്നണിയുടെ വരവ് NDAയ്ക്ക് വലിയ കരുത്ത് നൽകും. സാബു M. ജേക്കബിനെ പോലെയുള്ള വ്യവസായികൾ വികസനത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. സുരേഷ് ഗോപി എന്ന കരുത്തനായ നേതാവ് തൃശ്ശൂരിൽ നിന്നും കേരളം മുഴുവൻ പടരുകയാണ്. അഖിൽ മാരാരെ പോലെയുള്ള യുവാക്കളെ BJPക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് ക്ലീൻ പൊളിറ്റിക്സിന് വഴി തുറക്കും. മേജർ രവിയെ പോലെയുള്ള രാജ്യസ്നേഹികൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്.
സിനിമയ്ക്കപ്പുറം സാമൂഹിക ബോധമുള്ള പ്രതിഭകൾ BJP പക്ഷത്തേക്ക് വരുന്നത് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. സ്ത്രീ വോട്ടർമാർക്കിടയിൽ BJPക്ക് വലിയ സ്വീകാര്യത ലഭിക്കാൻ ഇത് കാരണമാകും. എന്തുകൊണ്ട് മലയാളി BJPക്ക് വോട്ട് ചെയ്യണമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. ഉത്തരം വളരെ ലളിതമാണ്. കേന്ദ്രത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിന് മേലെയായി ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത ഭരണമാണ് മോദി കാഴ്ചവെക്കുന്നത്. അത് കേരളത്തിലും നമുക്ക് വേണം. ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ BJP മാത്രമേ ഉള്ളൂ എന്ന കാലം തെളിയിച്ചു കഴിഞ്ഞു. ശബരിമല വിഷയത്തിൽ BJP എടുത്ത ഉറച്ച നിലപാട് ഇതിന് തെളിവാണ്. കേരളം ഇന്ന് വൃദ്ധസദനമായി മാറുകയാണ്. യുവാക്കൾ ജോലിക്ക് വേണ്ടി നാടുവിടുന്നു. കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാനും സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ള ഒരു BJP ഭരണം അത്യാവശ്യമാണ്. 2026 വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, അത് അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിനും കോൺഗ്രസിന്റെ താല്പര്യമില്ലായ്മയ്ക്കും അന്ത്യം കുറിക്കാനുള്ള അവസരമാണ്. ഭാരതം ലോകത്തിന്റെ നെറുകയിൽ എത്തുമ്പോൾ കേരളം മാത്രം ഒരു മൂലയിൽ ഇരുട്ടിൽ കഴിയരുത്. നമുക്ക് വേണ്ടത് വികസനമാണ്, നമുക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ്, നമുക്ക് വേണ്ടത് നമ്മുടെ വിശ്വാസങ്ങളുടെ സംരക്ഷണമാണ്. ഇതിനെല്ലാം ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ: ഭാരതീയ ജനതാ പാർട്ടി. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് വെറുമൊരു രാഷ്ട്രീയ മാറ്റത്തെ കുറിച്ചല്ല, മറിച്ച് കേരളം എന്ന നമ്മുടെ അഭിമാനമായ നാടിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി പ്രീണന രാഷ്ട്രീയത്തിന്റെയും അഴിമതിയുടെയും ചങ്ങലക്കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്. ഒരു വശത്ത് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കടക്കണിയിലേക്ക് ഇങ്ങനെ തള്ളിവിടുന്ന, എതിർക്കുന്നവരെ അടിച്ചമർത്തുന്ന ഏകാധിപത്യ ഭരണം, മറുവശത്ത് സ്വന്തം നിലപാടുകൾ പണയം വെച്ച് വർഗീയ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ദുർബലമായ പ്രതിപക്ഷം. ഇതിനിടയിൽ സാധാരണക്കാരനായ മലയാളിയുടെ സ്വപ്നങ്ങളും നമ്മുടെ വരും തലമുറയുടെ ഭാവിയുമാണ് ഹോമിക്കപ്പെടുന്നത്. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ വോട്ടെടുപ്പല്ല, അത് കേരളത്തിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. ഭാരതം മുഴുവൻ നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് ഇങ്ങനെ കുതിക്കുമ്പോൾ വികസനത്തിന്റെ ആ മഹാപ്രവാഹത്തിൽ നിന്നും കേരളം മാത്രം മാറ്റി നിർത്തപ്പെടരുത്. നമുക്ക് വേണ്ടത് കിറ്റുകളോ സൗജന്യങ്ങളോ ഒന്നും അല്ല, മറിച്ച് നമ്മുടെ യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്ന, നമ്മുടെ കർഷകർക്ക് അർഹമായ വില ഉറപ്പാക്കുന്ന, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന, നമ്മുടെ പെൺമക്കൾക്ക് നിർഭയമായി നടക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത കേരളമാണ്. വിശ്വാസത്തെ വ്രണപ്പെടുത്തിയവർക്കും ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ആർഭാടം നടത്തുന്നവർക്കും ബാലറ്റിലൂടെ മറുപടി നൽകേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. ബാലറ്റല്ല, ക്ഷമിക്കണം, EVM മെഷീൻ കൊണ്ട്. എന്തായാലും ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ കണ്ണുനീരും അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയവരുടെ പോരാട്ടവും പാഴാവില്ലെന്ന് നമുക്ക് തെളിയിക്കണം. NDA മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയവും മോദി നൽകുന്ന വികസന ഗ്യാരണ്ടിയും കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയ ഉദയത്തിന് വഴിയൊരുക്കും. സുരേഷ് ഗോപിയെ പോലെയുള്ള, VV രാജേഷിനെ പോലെയുള്ള, RCയെ പോലെയുള്ള ജനകീയ നായകർക്കും അഖിൽ മാരാറിയും സാബു M ജേക്കബിനെയും പോലെയുള്ള മാറ്റം ആഗ്രഹിക്കുന്ന കരുത്തർക്കും കരുത്തു പകരേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ നന്മയ്ക്കായി നമ്മൾ ഒന്നിക്കേണ്ട നിമിഷമാണിത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകൾ മറന്ന് വികസനത്തിന്റെ കാവിക്കൊടിക്കീഴിൽ അണിനിരക്കാൻ നമുക്ക് സാധിക്കണം. കേരളം മാറ്റത്തിന്റെ പാതയിലാണ്. ആ മാറ്റം ഇനി ആർക്കും തടയാനാകില്ല. 2026 കേരളം കാവി അണിയണം. ഭാരതത്തിന്റെ വികസന ഭൂപടത്തിൽ കേരളം ഒന്നാമതെത്തിയിരിക്കും. മാറ്റം ഇവിടെ തുടങ്ങുകയാണ്, നമ്മളിലൂടെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഒരു മൂന്നാം മുന്നണി ഉദയം ചെയ്യേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.